ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിൻ്റെ പാർട്സ് അസംബ്ലിംഗ് ആണ് ചെയ്യുന്നത്. ഇതിനായി നമ്മൾ വിൻഡെക്സ് എന്ന കമ്പനീൻ്റെ ടോയ്ലറ്റ് ഫ്ലഷ് ടാങ്ക് ആണ് ഉപയോഗിക്കുന്നത്. ഇതിനിപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 450-500 രൂപയാണ് വില. ഇന്നത്തെ വീഡിയോയിൽ പാർട്സ് അസംബ്ലിംഗ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫിറ്റിങ്സ് അടുത്ത വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മൾ ബോക്സ് പൊളിച്ച് സാധനം എടുത്തപ്പോൾ ഇങ്ങനെ ഒരു സാധനമാണ് കിട്ടിയത്. പക്ഷേ ഇങ്ങനെ നേരിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പാർട്സ് അസംബിൾ ചെയ്താൽ അഥവാ യോജിപ്പിച്ചാൽ മാത്രമേ അത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യം നമുക്ക് ഇതിൻ്റെ പാർട്സ് പരിചയപ്പെടാം. ഇതാണ് ഫ്ലഷ് ടാങ്കിൻ്റെ ബോക്സ്. ഇതിലാണ് നമ്മൾ എല്ലാ സാധനങ്ങളും അസംബിൾ ചെയ്യാൻ പോണത്. ഇത് സൈഫോൺ. ഇതാണ് നമ്മൾ ഫ്ലഷ് അടിക്കുമ്പോൾ ഇത് പൊന്തിയിട്ടാണ് വെള്ളം ഫ്ലഷ് ടാങ്കിൽ കൂടെ ടോയ്ലറ്റിലേക്ക് എത്തുന്നത്. ഇതാണ് ബെൻഡ്. ഈ ബെൻഡ് കൂടാണ് ഫ്ലഷ് ടാങ്കിലത്തെ വെള്ളം ടോയ്ലറ്റിലേക്ക് പോണത്. ഈ 2 ബുഷും ഫ്ലഷ് ടാങ്കിലത്തെ വെള്ളം ലീക്ക് ആവാതെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് ഫ്ലഷ് ടാങ്കിൻ്റെ ഹാൻഡിലിൻ്റെ ഭാഗം. ഈ നീല കളറാണ് നമ്മൾ ഫ്ലഷ് ചെയ്യാൻ യൂസ് ചെയ്യണത്. മറ്റേ വെള്ള ഭാഗം നമ്മൾ സൈഫോണിലേക്ക് കണക്റ്റ് ചെയ്യും. ഈ ഹാൻഡിൽ ഫ്ലഷ് ടാങ്കിൽ ഫിറ്റ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഹാൻഡിൽ കണക്റ്റർ ഉപയോഗിക്കുന്നത്. ഇതാണ് ബോൾ കോക്ക്. ഈ ബോൾ കോക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്ലഷ് ടാങ്കിലത്തെ വെള്ളത്തിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യണത്. ഇതിൽ നമുക്ക് വെള്ളം കൂട്ടും ചെയ്യാം, കുറയ്ക്കും ചെയ്യാം. ഈ വെള്ളത്തിൻ്റെ ലെവൽ കൂടിപ്പോയാൽ അത് ഓവർഫ്ലോ ആയി പുറത്തേക്ക് പോകും. ഇത് പിന്നെ ഈ ഫ്ലഷ് ടാങ്ക് നമുക്ക് മതിൽമേൽ ഉറപ്പിക്കാനുള്ള ഹുക്കും അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡുമാണ്. പിന്നെ സ്ക്രൂവും പ്ലഗും ഉണ്ട് നമുക്ക് അത് സ്ക്രൂ ചെയ്യാനുള്ള. ഇപ്പോൾ നമ്മൾ നീല കളറിൽ കാണുന്നത് ഫ്ലഷ് ടാങ്കിൻ്റെ മൂടി ഫ്ലഷ് ടാങ്കിൽ ഉറപ്പിച്ച് നിർത്താനുള്ള 2 ആണിയാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലഷ് ടാങ്കിൻ്റെ പാർട്സൊക്കെ പരിചയപ്പെട്ടില്ലേ. ഇനി ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് പരിചയപ്പെടാം. സോ ഫസ്റ്റത്തേതാണ് ഒരു സ്പാനർ. ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള സ്പാനർ ഒന്ന് വേണം. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു കട്ടിംഗ് പ്ലെയർ ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടത്. ഫിറ്റിങ്സ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട ടൂൾസ് നമ്മൾ പറയും. സോ നമ്മൾ ടൂൾസും പരിചയപ്പെട്ട് അതേപോലെ തന്നെ പാർട്സും പരിചയപ്പെട്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് യോജിപ്പിക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് സൈഫോൺ. ഈ സൈഫോൺ നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് റൈറ്റിലോട്ട് തിരിച്ചാൽ ഈ സൈഫോൺ നമുക്ക് 2 പാർട്സ് ആക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈഫോണിൽ എന്തെങ്കിലും ലീക്ക് വരാണെങ്കിൽ നമ്മളത് ഫുള്ളും അയക്കണ്ട, ലീക്കുള്ള ഭാഗം മാത്രം അയച്ചാൽ മതി. അങ്ങനെ സൈഫോണ് 2 ഭാഗമാക്കാൻ നമുക്ക് സൗകര്യം ചെയ്തത്. പക്ഷേ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ അയച്ചിട്ട് ഫിറ്റ് ചെയ്യരുത്. അപ്പോൾ അത് നല്ല രീതിയിൽ ടൈറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ സൈഫോൺ കിട്ടുമ്പോൾ ഉള്ള പോലെ റെഡി ആക്കിയിട്ട് അതിൻ്റെ അടിഭാഗത്തെ ആ നട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ അയക്കുക. എന്നിട്ട് അടിയത്തെ ഭാഗത്ത് ഒരു വാഷർ കൂടി ഇട്ടിട്ട് ഒരു വാഷറും പിന്നെ അയച്ചെടുത്ത ഭാഗവും കൂടി നമ്മൾ എടുക്കുക. എന്നിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന മാതിരി ആ ഒരു വാഷർ വെച്ചിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ ഫ്ലഷ് ടാങ്കിൻ്റെ കവറിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആ നട്ട് ടൈറ്റ് ആക്കുക. നമ്മൾ ഈ കട്ടിംഗ് പ്ലെയർ കൊണ്ട് എന്ത് ചെയ്യുക, ഈ സൈഫോണിൻ്റെ അടിഭാഗം പിടിക്കുക. എന്നിട്ട് അഡ്ജസ്റ്റബിൾ സ്പാനറിനെ കൊണ്ട് ആ ടൈറ്റ് ആക്കണ ഭാഗം തിരിച്ച് നല്ല വൃത്തിക്ക് ടൈറ്റ് ആക്കുക. ഇങ്ങനെ ടൈറ്റ് ആക്കിയാൽ മാത്രമേ ലീക്ക് ഉണ്ടാവാതൊക്കെ ഉള്ളൂ. സോ ഇനി അടുത്ത പാർട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഫ്ലഷ് ടാങ്കിൻ്റെ ഹാൻഡിൽ കണക്റ്റർ. അപ്പോൾ ഇതാണ് ഇനി അടുത്തത് നമ്മൾ ഫിറ്റ് ചെയ്യണത്. അപ്പോൾ ഇത് അയച്ചാൽ നമുക്ക് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന മാതിരി ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചിത്രത്തിൽ ഇപ്പോൾ ചുവപ്പ് ആരോ കാണിക്കണം ആ സാധനം ഫ്ലഷ് ടാങ്കിൻ്റെ ഹാൻഡിൽ വെക്കാനുള്ള ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി ഉള്ളോട്ടേക്ക് ഇടുക. എന്നിട്ട് ഇപ്പോൾ ചിത്രത്തിൽ
ചുവപ്പ് ആരോ മാർക്കിൽ കാണിക്കണ ആ ബ്ലാക്ക് കളറ് വാഷർ അതിൻ്റെ ബാക്കിലേക്ക് ഇടുക. എന്നിട്ട് ഇപ്പോൾ ചുവപ്പ് ആരോ മാർക്ക് കാണിക്കുന്ന ആ നട്ട് നല്ലോണം ടൈറ്റാക്കി കൊടുക്കുക. അത് ടൈറ്റാക്കിയതിന് ശേഷം വീഡിയോയിൽ കാണുന്ന ആ സ്ക്രൂ അയക്കുക. അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം വീഡിയോയിൽ കാണുന്ന മാതിരി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എന്നിട്ട് ഇപ്പോൾ ആരോ മാർക്ക് കാണിക്കുന്ന നീല ഹാൻഡിൽ എടുത്തിട്ട് വീഡിയോയിൽ കാണിക്കുന്ന മാതിരി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. ശേഷം ഈ വെള്ള ഭാഗം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ സൈഫോണിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. എന്നിട്ട് നമ്മൾ ആദ്യം അയച്ച ആ സ്ക്രൂ അതിലേക്ക് ടൈറ്റ് ചെയ്യുക. ഇതിങ്ങനെ ടൈറ്റാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലഷ് അടിക്കുന്ന മാതിരി അടിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ആ നീളമുള്ള സാധനം ഇങ്ങനെ പൊന്തിയും താന്നും കളിക്കും. ഇനി നമ്മൾ ബോൾ കോക്കാണ് ഫിറ്റ് ചെയ്യാൻ പോണത്. അതിനായി ആദ്യം വീഡിയോയിൽ കാണിക്കുന്ന പോലെ ബോൾ കോക്കിൻ്റെ നട്ട് അയക്കുക. അതിൽ 2 വാഷർ ഉണ്ടാകും. അതിലൊന്ന് ഐലൻഡ് ഇടുക. എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. എന്നിട്ട് മറ്റേ വാഷർ അതിൻ്റെ മുകളിൽ കൂടെ ഇടുക. എന്നിട്ട് നമ്മൾ ആദ്യം അയച്ച നട്ട് ഇപ്പോൾ കാണിക്കുന്ന പോലെ ടൈറ്റാക്കി കൊടുക്കുക. കൈകൊണ്ട് ടൈറ്റാക്കിയതിൻ്റെ ശേഷം നമ്മൾ അഡ്ജസ്റ്റബിൾ സ്പാനർ കൊണ്ട് ഫൈനലായിട്ട് ടൈറ്റാക്കുക. അവസാനമായിട്ട് ഓവർഫ്ലോൻ്റെ ആ ഹോളിൽ ഓവർഫ്ലോൻ്റെ ഒരു ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അസംബ്ലിങ് ഇവിടെ പൂർണ്ണമായി. ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അസംബിൾ ചെയ്തപ്പോൾ ബോൾ കോക്ക് വലതുഭാഗത്താണ് വെച്ചത്. ഒരു പക്ഷേ വാട്ടർ സപ്ലൈൻ്റെ ആംഗിൾ കോക്ക് വലതുഭാഗത്താണെങ്കിൽ ഇപ്പം നമ്മൾ ഫിറ്റ് ചെയ്ത മാതിരി തന്നെയാണ് ബോൾ കോക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ അത് ഇടതുവശത്താണെങ്കിൽ നമ്മൾ ഈ ബോൾ കോക്ക് ഇടതുവശത്തും ആ ഓവർഫ്ലോൻ്റെ ക്യാപ്പ് വലതുവശത്തുമാണ് ഇടേണ്ടത്. ഇതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ വീഡിയോ അസംബ്ലിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇതിൻ്റെ ഫിറ്റിങ്ങിൻ്റെ വീഡിയോ ഇപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതുപോലത്തെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ ഗായ്സ്.